അസ്സലാമു അലൈക്കും. ഇത്താത്തയാണേ. പലിശ എന്നുള്ളത് എത്രമാത്രം വിപത്താണ് എന്ന് പലർക്കും അറിയാതെയാണോ ഇല്ലെങ്കിൽ ഇപ്പം അറിഞ്ഞിട്ട് തന്നെ അത് നിസാരമായി കാണുന്നതാണോ എന്നറിയില്ല കേട്ടോ. കൂടുതലും സ്ത്രീകളാണ് പലിശയെ നിസാരമായി കാണുന്നത്. അത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഭർത്താക്കന്മാരുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കണം, വരുമാനത്തിനനുസരിച്ച് കയ്യിലുള്ളതിനനുസരിച്ച് ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ കയ്യിലുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് സ്ത്രീകളാണ് കേട്ടോ. കാരണം ഇവർ പറയുന്നതിനനുസരിച്ച് ഭർത്താക്കന്മാർക്ക് വേറെ നിവർത്തിയില്ലാതെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. വേറൊരു നിവർത്തിയില്ലാതെ ചെയ്യുന്നതാണ് അവളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നിന്ന്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ ചുരുക്കിക്കൊണ്ട് കടമാക്കാതെ പലിശയിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്ത് നിസ്കാരത്തിന്, ഒരു മനുഷ്യന്റെ മയ്യത്ത് നിസ്കാരത്തിന് നിന്നിട്ട് അവിടെ നിന്നും കുറച്ച് പിന്നോട്ട്, അതായത് അയാൾക്ക് കടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കടം കുറച്ച് ദിനാറുകളേ ഉള്ളൂ, കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പുറകോട്ട് തന്നെ, മയ്യത്ത് നിസ്കാരത്തിൽ നിന്നും കുറച്ച് പുറകോട്ട് നിന്നുട്ടാ, നിസ്കരിക്കാൻ നിന്നില്ല. അപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, ആ മനുഷ്യന്റെ കടം ഞാൻ വീട്ടിക്കൊള്ളാം റസൂല്, താങ്കൾ നിസ്കാരത്തിന് നേതൃത്വം നൽകുക എന്ന്. അപ്പോൾ ആ സ്വഹാബിയോട് പിറ്റേ ദിവസം ചോദിച്ചു, താങ്കൾ ആ കടം വീട്ടിയോ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കാരം നിർവഹിച്ചു. കാരണം അദ്ദേഹം ഏറ്റെടുത്തുട്ടാ, ആ സ്വഹാബി ഏറ്റെടുത്തു, ഞാൻ ചെയ്തോളാം എന്നുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തില്ല, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ചോദിച്ചപ്പോൾ ഞാനത് വീട്ടിൽ റസൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഒരു തണുപ്പ് ലഭിക്കുന്നത് എന്ന്, അതായത് തീയിന്റെ ചൂടിൽ നിന്നും ഒരു തണുപ്പ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ എത്രമാത്രം കടത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ പലിശ എത്രമാത്രം ഭക്ഷിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക കേട്ടോ. കടത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മനസ്സമാധാനക്കുറവുണ്ടാവാനും ഇതിനൊരു കാരണം ഉണ്ടാവും. ഒരുപാട് വലിയ വലിയ വീടുകളൊക്കെ കെട്ടിയിട്ട് കടമായത് കൊണ്ട്, അല്ലെങ്കിൽ പലിശയിൽ നിന്നും, ബാങ്കിലെ പലിശയിൽ നിന്നും ഒരു മുക്തി നേടാൻ വേണ്ടി വീട് വിൽക്കുന്ന അവസ്ഥ വരുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലുതായി ചെയ്യേണ്ട കാര്യം. മേൽക്ക് മേൽ ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ പലിശയിലോട്ട് കൂടുതൽ എത്തിപ്പെടുന്നത്. ഒരുപാട് പണമുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ ചില ആളുകൾ പറയുമെങ്കിലും, എത്ര പണം ഉണ്ടെങ്കിലും വീണ്ടും മനുഷ്യനാണ്. ആദമിന്റെ സന്തതികൾക്ക് പണത്തിനോടുള്ള ആർത്തി മരണം വരെ ഉണ്ടാവും. അത് ഇല്ലാതാവണമെങ്കിൽ അത് തഖ്വയോടുകൂടി, അള്ളാഹുവിനോടുള്ള തഖ്വയോടുകൂടി അത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ, ചില അത്യാഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കുക.